ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് ടോസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ ഇതിന് വേണ്ടി 2-3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ സാധാ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് വേണമെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് കുറച്ച് കറുകപ്പട്ട പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിനകത്ത് നമുക്ക് പഞ്ചസാര, ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. ഇത് ഞാനൊരു 3 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂൺ ആഡ് ചെയ്താലും മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടറെല്ലാം നന്നായിട്ട് മെൽറ്റായി ബട്ടറിൻ്റെ കളറൊക്കെ ഒരു ബ്രൗൺ കളറാവും. അപ്പോൾ നമുക്ക് ബ്രെഡ് നമ്മൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് മുക്കിയെടുക്കാം. ഇത് 2 വശവും നന്നായിട്ട് മുക്കണം. എന്നിട്ട് നമുക്ക് അത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ബട്ടറും കൂടി അതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ എനിക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ കുറച്ച് കൂടുതൽ വെക്കുന്നത്. ഓൾറെഡി അടിഭാഗത്ത് നമ്മൾ പാനിൽ വെച്ചിട്ടുണ്ടല്ലോ ബട്ടർ, അപ്പോൾ അതെല്ലാം ഈ ബ്രെഡിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മീതയും കൂടി കുറച്ചും കൂടി ബട്ടറും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് ഇതായിട്ടുണ്ട്, മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നിങ്ങളത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രെഡ് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. അങ്ങനെ എല്ലാ ബ്രെഡും ഞാൻ ഇതേപോലെ നമ്മുടെ മിക്സിയിൽ മുക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഹണിയും കൂടി ഒഴിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഹണിയും കൂടി ഒഴിച്ച് തിന്നാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്, നല്ല യമ്മിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.